ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ അഥ പഞ്ചത്രിംശത്തമോऽധ്യായः. ശ്രീശുക ഉവാച. ഗോപ്യകൃഷ്ണേ വനം യാദേ തമനുദ്രുതചേതസഃ കൃഷ്ണലീലാ പ്രഗായന്ത്യോ നിന്യുർദുഃഖേന വാസരാൻ. ഗോപ്യ ഊജു. വാമബാഹുകൃതവാമകബോലോ വൽകിതഭ്രുരധരാർപ്പിതവേണും കോമളാംഗുലിഭിരാശ്രിതമാർഗം ഗോപ്യ ഈരയതി യത്ര മുകുന്ദഃ. വ്യോമയാനവനിതാസഹസിദ്ധൈർവിസ്മിതാസ്തദുപധാര്യ സലജ്ജാഃ കാമമാർഗണസമർപ്പിതചിത്താഃ കശ്മലം യയുരഭസ്മൃതനിവ്യം ഹന്തചിത്രമബലാശൃണുദേദം ഹാരഹാസ ഉരസി സ്ഥിരവിദ്യുത് നന്ദസൂനുരയമാർത്തജനാനാം നർമ്മദോ യരിഹി കൂജിതവേണു വൃന്ദശോ വ്രജവൃഷാമൃഗഗാവോ വേണുവാദ്യഹൃദചേതസ ആരാത് ദന്തദഷ്ടകബളാധൃതകർണാ നിദ്രിതാ ലിഖിതചിത്രമിവാസൻ ബർഹിണസ്തബഗധാതുപലാശൈർബദ്ധമല്ലപരിബർഹവിഡംബ കരിഹിജിത്സബല ആളിസഗോപൈർഗാ സമാഹ്വയതി യത്ര മുകുന്ദഃ. തരിഹി ഭഗ്നഗദയഃ സരിദോ വൈ തത്പദാംബുജരജോ നിലനീദം സ്പൃഹയതിർവയമിവാ ബഹുപുണ്യാ പ്രേമവേബിതഭുജാസ്തിമിതാപഹം അനുചരൈ സമനുവർണിതവീര്യ ആദിപൂരുഷ ഇവാചലഭൂതിഃ വനചരോ ഗിരിതടേഷു ചരന്തീർവേണുനാഹ്വയതി ഗാസയദാഹി വനലതാസ്തരവ ആത്മനി വിഷ്ണും വ്യഞ്ജയന്ത്യ ഇവ പുഷ്പഫലാഢ്യാഃ പ്രണതഭാരവിഡഭാമധുധാരാ പ്രേമഹൃഷ്ടതനവഃ സസൃജുസ്മ. ദർശനീയതിലകോ വനമാലാ ദിവ്യഗന്ധതുളസീമധുമത്തൈഃ അളികുലൈരലഘുഗീതമഭീഷ്ടമാദ്രിയൻ യരിഹി സന്ധിതവേണുഃ സരസി സാരസഹംസവിഹംഗാശ്ചാരുഗീതഹൃദചേതസ ഏത്യ ഹരിമുപാസദത്തെ യദചിത്താ ഹന്ത മീലിതദൃശോ ധൃതമൗനാഃ. സഹ ബലസ്രഗവദം സവിലാസഃ സാനുഷുക്ഷിതിഭൃദോ വ്രജദേവ്യഃ
ഹർഷയൻ യർഹി വേണുരവേണ ജാതഹർഷമുപരംഭതി വിശ്വം മഹദതിക്രമണശങ്കിതചേതാ മന്ദമന്ദമനുഗർജതി മേഘഃ സുഹൃദമഭ്യവർഷത്സു മനോഭിഃ ഛായയാ ച വിദധത് പ്രദപത്രം വിവിധഗോപചരണേഷു വിദഗ്ധോ വേണുവാദ്യ ഉരുധാ നിജശിക്ഷാഃ തവ സുത സദി യദാധരബിംബേ ദത്തവേണുരനയത് സ്വരജാതീഃ സവനശസ്തദുപധാര്യ സുരേശാ ശക്രശർവപരമേഷ്ഠിപുരോഗാഃ കവയ ആനദകന്ധരചിത്താ കശ്മലം യയുരനിശ്ചിതതത്വാഃ നിജപദാബ്ജദളയർധ്വജവജ്രനീരജാങ്കുശവിചിത്രലലാമൈഃ വ്രജഭുവ ശമയൻ ഖുരതോദം വർഷ്മധുര്യഗതിരീഡിതവേണു വ്രജതി തേന വയം സവിലാസവീക്ഷണാർപ്പിതമനോഭവവേഗാഃ കുജഗതിം ഗമിതാന വിദാമ കശ്മലേന കബരം വസനം വാ മണിധര ക്വചിദാഗണയൻ ഗാ മാലയാദയിതഗന്ധതുളസ്യാഃ പ്രണയിനോനുചരസ്യ കദാംസേ പ്രക്ഷിപൻ ഭുജമഗായദയത്ര ക്വണിതവേണുരവവഞ്ചിതചിത്താ കൃഷ്ണമന്വസദ കൃഷ്ണഗൃഹിണ്യഃ ഗുണഗണാർണമനുഗത്യ ഹരിണ്യോ ഗോപികാ ഇവ വിമുക്തഗൃഹാശാഃ കുന്ദദാമകൃതകൗതുകവേഷോ ഗോപഗോധനവൃതോ യമുനായാം നന്ദസൂനുരനഘേ തവ വത്സോ നർമ്മദ പ്രണയിനാം വിജഹാര മന്ദവായുരുപവാത്യനുകൂലം മാനയൻ മലയജസ്പരിശേന വന്ദിനസ്തമുപദേവഗണായേ വാദ്യഗീതബലിഭിഃ പരിവൗരു വത്സലോ വ്രജഗവാം യദഗധ്രോ വന്ദ്യമാനചരണപഥിവൃദ്ധൈഃ കൃത്സ്നഗോധനമുപോഹ്യ ദിനാന്തേ ഗീതവേണുരനുഗേഡിതകീർത്തിഃ ഉത്സവം ശ്രമരുജാവിദൃശീനാമുന്നയൻ ഖുരരജച്ഛുരിതസ്രക് ദിൽസയൈതി സുഹൃദാശിഷയേഷ ദേവകീ ജഠരഭൂരുഡുരാജഃ മദവിഘൂർണിതലോചന ഈഷന്മാനദ സ്വസുഹൃദാം വനമാലി ബദരപാണ്ഡുവദനോ മൃദുഗണ്ഡം മണ്ഡയൻ കനകകുണ്ഡലലക്ഷ്മ്യാം യദുപതിർദ്വിരദരാജവിഹാരോ യാമിനീപതിരിവൈഷദിനാന്തേ മുദിതവക്ത്ര ഉഭയാദിദുരന്തം മോചയൻ വ്രജഗവാം ദിനതാപം. ശ്രീശുക ഉവാച ഏവം വ്രജസ്ത്രിയോ രാജൻ കൃഷ്ണലീലാനുഗായതീഃ രേമിരേഹസ്സു തच्चित्तास्तन्मनस्का മഹോദയാഃ
ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ വൃന്ദാവനക്രീഡായാം ഗോപികായുഗളഗീതം നാമ പഞ്ചത്രിംശത്തമോऽധ്യായः. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ദശമസ്കന്ധം 35-ാമത്തെ അധ്യായമാണ് പറയുന്നത്. ശ്രീ ശുകബ്രഹ്മർഷി പറയുകയാണ്, ശ്രീകൃഷ്ണൻ പകൽ സമയത്ത് പശുക്കളെ മേയ്ക്കാനായിട്ട് വനത്തിലേക്ക് പോകുമ്പോൾ വിരഹിതകളായ ഗോപികമാരുടെ മനസ്സും കൃഷ്ണന്റെ പിന്നാലെ തന്നെ പോകും. അവര് വിരഹദുഃഖം സഹിക്കാനാവാതെ കൃഷ്ണൻ ചെയ്തതായിട്ടുള്ള പലവിധ ലീലകളെ പരസ്പരം പാടിക്കൊണ്ട് ആ പകൽ സമയം അങ്ങനെ കഴിച്ചുകൂട്ടും. ഗോപികമാര് തമ്മില് കൃഷ്ണന്റെ ലീലകളെ ഇങ്ങനെ ഗാനം ചെയ്ത ആ ഗോപിക യുഗള ഗീതത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഒരു ഗോപിക പറയുകയാണ്, കൃഷ്ണൻ വനത്തിലൂടെ പശുക്കളെയും മേച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഇടത്തെ കയ്യില് മുഖം ചേർത്തു വെച്ച് പുരികക്കൊടികൾ ഇളക്കിക്കൊണ്ട് ഓടക്കുഴല് ആ മധുരാധരത്തില് ചേർത്തു വെച്ച് ഓടക്കുഴലിന്റെ ദ്വാരങ്ങളെ മൃദുവായ വിരലുകൾ കൊണ്ട് അടച്ചും തുറന്നും സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ആകാശമാർഗത്തില് ഭർത്താക്കന്മാരോടൊപ്പം സഞ്ചരിക്കുന്ന ദേവസ്ത്രീകൾ പോലും ആ ഗാനാലാപനം കേട്ട് ശരീരത്തിൽ നിന്നും അഴിഞ്ഞു പോകുന്ന ആ ഉടയാടയെ പറ്റി പോലും ബോധമില്ലാതെ വല്ലാതെ കാമപരവശകളായി തീരുന്നു. അങ്ങനെയുള്ള ഈ കൃഷ്ണന്റെ വിരഹം ഗോപികമാരായ നമ്മള് എങ്ങനെ സഹിക്കും? അപ്പോൾ മറ്റൊരു ഗോപിക പറയാണ്, അതിനേക്കാൾ ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഞാൻ പറയാം. മുത്തുമാല പോലെ നിർമ്മലമായ ചിരിയോട് കൂടിയവനും മാറിടത്തില് മിന്നൽ പോലെ ശോഭിക്കുന്ന ലക്ഷ്മീദേവിയോട് കൂടിയവനും ദുഃഖിതരുടെ ക്ലേശമകറ്റുന്നവനുമായ ഈ നന്ദനന്ദനുണ്ടല്ലോ, വേണുഗാനം ചെയ്യുമ്പോൾ കൂട്ടം കൂട്ടമായിട്ട് ഈ ഗോകുലത്തിലെ പശുക്കളും കാളകളും മറ്റു മൃഗങ്ങളും എല്ലാം ദൂരെ നിന്നും തന്നെ ആ വേണുഗാനം കേട്ട് അതിൽ ആകൃഷ്ടരായി അയവിറക്കുന്ന തീറ്റ വായില് തന്നെ ഇറക്കാതെ വെച്ച് ചെവി ഉയർത്തിപ്പിടിച്ച് ഉറങ്ങും പോലെ നിശ്ചലരായി ചിത്രത്തിൽ വരച്ചു വെച്ചിരിക്കുന്നത് പോലെ നിൽക്കുന്നു. ഇങ്ങനെ ജന്തുക്കളെ പോലും വേണുഗാനത്താല് മോഹിപ്പിക്കുന്ന ആ നന്ദകുമാരന്റെ വിയോഗം ഗോപികമാരായ നമ്മള് എങ്ങനെ സഹിക്കും? അപ്പോൾ മറ്റൊരു ഗോപിക പറയുന്നു, ജീവനുള്ളവ മാത്രമല്ല ജീവനില്ലാത്തവ കൂടി വേണുഗാനത്താല് മോഹിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയാം. മയിൽപ്പീലിയും മനയോലയും പച്ചിലകളും ഒക്കെ കെട്ടി മല്ലന്മാരുടെ വേഷം കെട്ടി ബലരാമനോടും മറ്റു ഗോപന്മാരോടും ഒപ്പം കൃഷ്ണൻ വേണു ഊതിക്കൊണ്ട് ആ പശുക്കളെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ആ വേണുഗാനം കേട്ട് കാറ്റിൽ പറക്കുന്ന ശ്രീകൃഷ്ണ പാദപത്മപ്പൊടിയെ അതിയായി ആഗ്രഹിക്കുന്ന നദികള് പ്രേമത്താൽ കൈകൾ കൊണ്ട് ഓളങ്ങൾ ഇളക്കിയും എന്നാല് കൃഷ്ണന്റെ സമീപത്ത് എത്താനുള്ള ഭാഗ്യമില്ലെന്നോർത്ത് അവിടെ നിന്നും മുന്നോട്ട് പോകാൻ കഴിയാതെ നിശ്ചലയായി നിൽക്കുന്നു. ഇങ്ങനെ യമുനാ നദിയെ പോലും നിശ്ചലയാക്കി തീർക്കുന്ന ആ വേണുഗോപാലന്റെ വിരഹ ദുഃഖം നമ്മള് എങ്ങനെ സഹിക്കും? സാക്ഷാൽ ലക്ഷ്മി ഭഗവതി മഹാവിഷ്ണുവിനെ എന്ന പോലെ ശ്രീകൃഷ്ണനെ വിട്ടുപിരിയാതെ നടക്കുന്ന ആ ഗോപന്മാര്
അദ്ദേഹത്തിന്റെ പരാക്രമങ്ങളെ കുറിച്ച് എപ്പോഴും വർണ്ണിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഗോപന്മാർക്കിടയിലൂടെ വനമധ്യത്തിൽ സഞ്ചരിക്കുന്ന കൃഷ്ണൻ ദൂരെ പർവ്വത പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന പശുക്കളെ വേണു ഊതിക്കൊണ്ട് പ്രത്യേകമായിട്ട് വിളിക്കുമ്പോൾ ആ ഗാനം കേട്ട് പുഷ്പങ്ങളും ഫലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളും വള്ളികളും സന്തോഷത്തോടുകൂടി കൊമ്പുകൾ താഴ്ത്തി കൃഷ്ണനെ നമസ്കരിക്കുകയാണോ എന്ന് തോന്നും. പഴങ്ങളിൽ നിന്നും പൂക്കളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന മധുരമായ തേൻ കണ്ടാല് അവയുടെ ഉള്ളിൽ നിറഞ്ഞ ആനന്ദം പുറത്തേക്ക് ഒഴുക്കുകയാണോ എന്ന് തോന്നും. ഇങ്ങനെ വൃക്ഷലതാദികളെ കൂടി ആനന്ദിപ്പിക്കുന്ന ആ വേണുഗാനലോലന്റെ വിരഹം നമ്മള് എങ്ങനെ സഹിക്കും? ആ കൃഷ്ണൻ നെറ്റിയില് അതിമനോഹരമായിട്ടുള്ള ഒരു ഗോപിക്കുറി അണിഞ്ഞിട്ടുണ്ട്. മനോഹരമായ വനമാലയും ധരിച്ചിട്ടുണ്ട്. ആ വനമാലയും ധരിച്ച് വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വനമാലയുടെ മധ്യത്തിലുള്ള തുളസിയുടെ ഗന്ധത്താല് ആകൃഷ്ടരായി വരുന്ന വണ്ടുകള് തേൻ കുടിച്ച് മതിച്ചും കൊണ്ട് ഉച്ചത്തില് മുരളുന്നത് കേൾക്കുമ്പോൾ ആ ഗാനത്തിനെ അനുകരിച്ചുകൊണ്ട് കൃഷ്ണൻ ഓടക്കുഴൽ നാദം പുറപ്പെടുവിക്കാൻ തുടങ്ങും. അത് കേട്ട് താമര പൊയ്കകളിൽ വസിക്കുന്ന കുളക്കോഴി, ഹംസം, സാരസം തുടങ്ങിയ പക്ഷികള് ആ മനോഹര ഗാനത്തില് ആകൃഷ്ടരായിട്ട് ആശ്ചര്യത്തോടെ കണ്ണുകൾ അടച്ച് നിശബ്ദരായിട്ട് കൃഷ്ണനെ സേവിക്കുന്നു. അത്തരത്തിലുള്ള ആ വേണുഗാനം നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോഴ് മറ്റൊരു ഗോപിക പറയുകയാണ്, വേണുഗാനം ചെയ്യുന്ന കൃഷ്ണനെ മേഘങ്ങൾ എങ്ങനെയാണ് സേവിക്കുന്നത് എന്ന് കേൾക്കൂ. ഗോപികമാരെ, കൃഷ്ണൻ ബലരാമനുമൊത്ത് പുഷ്പങ്ങൾ കൊണ്ടുള്ള കർണാഭരണങ്ങൾ അണിഞ്ഞ് പർവ്വത പ്രദേശത്ത് അതിസന്തോഷത്തോടെ നിൽക്കുമ്പോൾ കൃഷ്ണൻ ഈ ലോകത്തിന് മുഴുവനും കാരുണ്യാമൃതം ചൊരിയാനായി ആ വേണു ഊതാൻ തുടങ്ങുമ്പോൾ ആ നാദത്താല് ആ പ്രദേശം മാത്രമല്ല ഈ ലോകം മുഴുവനും പൂർണ്ണമായിട്ട് ഭവിക്കുന്നു. സർവശ്രേഷ്ഠനായ അദ്ദേഹത്തിന്റെ വേണുഗാനത്തിനെ അതിക്രമിച്ചാലോ എന്നുള്ള ശങ്കയാല് മേഘങ്ങള് മുന്നോട്ടു പോകാതെയും ഉറക്കെ ഗർജിക്കാതെയും വേണുഗാനത്തിനനുസരിച്ച് ശ്രുതി പിടിക്കും പോലെ പതുക്കെ ഗർജിക്കുകയും അവയുടെ തണുത്ത മഞ്ഞുതുള്ളികളെ പുഷ്പങ്ങൾ എന്ന പോലെ കൃഷ്ണന് മേൽ വർഷിക്കുകയും കൃഷ്ണനെ വെയിലേൽക്കാതെ കുട പിടിക്കും പോലെ കൃഷ്ണന് മുകളില് വ്യാപിച്ച് നിൽക്കുന്നു. ഇങ്ങനെ മേഘങ്ങള് പോലും സേവിക്കുന്ന വേണുഗാനം ഒഴുക്കുന്ന ആ കൃഷ്ണന്റെ വിയോഗം ഗോപികമാരായ നമ്മള് എങ്ങനെ സഹിക്കും? മറ്റു ചില ഗോപികമാര് പറയുകയാണ്, ഇതെന്തൊരു ആശ്ചര്യമാണ് യശോദേ, ഗോപന്മാരോടുകൂടി പല പല കളികളിൽ മുഴുകിയിരിക്കുന്ന കേവലം ഒരു ബാലനായിട്ടുള്ള ഇവന്റെ മാഹാത്മ്യം എത്ര പറഞ്ഞാലും മതിയാവില്ല. ഈ ഓടക്കുഴലൂതാനും സ്വരങ്ങളുടെ ആരോഹണ അവരോഹണങ്ങളെ വേണ്ട വിധത്തിൽ പ്രയോഗിക്കാനും ഇവനെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇവൻ സ്വയം പഠിച്ചതാണ് ഇതെല്ലാം. തൊണ്ടിപ്പഴം പോലെ ചുവന്ന ആ ചുണ്ടോട് ചേർത്ത് വെച്ച് അവൻ വേണു ഊതുമ്പോൾ മധ്രം, മധ്യമം, താരം എന്നിങ്ങനെ സ്വരഭേദങ്ങളോട് കൂടിയ സംഗീതധ്വനി പുറത്തേക്കൊഴുകുന്നു. ഈ ഗാനം കേട്ട് ബ്രഹ്മാവ്, ശിവന്, മറ്റ് ദേവന്മാര് എല്ലാവരും ആശ്ചര്യപ്പെട്ട് അതിനെ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അവസാനം അതിന് കഴിയാതെ തങ്ങള് വലിയ പണ്ഡിതന്മാരാണെന്നുള്ള അവരുടെ അഹങ്കാരമൊക്കെ വെടിഞ്ഞ് അവര് ശിരസ് കുനിച്ച് തങ്ങളെ തന്നെ അറിയാൻ കഴിയാത്തവരായിട്ട് മോഹം പ്രാപിക്കുന്നു. അപ്പോൾ പിന്നെ ഗോപികമാരായ നമ്മൾ മോഹിക്കുന്നതില് എന്താശ്ചര്യമാണ് ഉള്ളത്? കഠിനങ്ങളായ പശുക്കളുടെ കുളമ്പ് തട്ടുമ്പോഴുണ്ടാകുന്ന വേദനയെ തീർത്ത് ഈ വ്രജഭൂമിയെ ആശ്വസിപ്പിക്കുന്ന തരത്തില് കൊടിക്കൂറ, വജ്രായുധം, താമരപ്പൂവ്, അങ്കുശം തുടങ്ങിയ വിചിത്ര രേഖകൾ കൊണ്ട് അലങ്കരിക്കുന്ന ആ പാദത്തിന്റെ സ്പർശന സുഖം നൽകി ആടിയുലഞ്ഞ മത്ത ഗജമെന്നോണം വേണു ഊതിക്കൊണ്ട്
മന്ദം മന്ദം കൃഷ്ണൻ ഈ വ്രജത്തിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോഴ് ശൃംഗാരരസം തുളുമ്പുന്ന ആ കടക്കൺ നോട്ടത്താല് കാമപരവശകളായ നമ്മള് അത് കണ്ടും ആ വേണുഗാനം കേട്ട് ആസ്വദിച്ചും ആനന്ദപരവശകളായി വൃക്ഷങ്ങളെ പോലെ നിശ്ചലകളായി നിന്നുപോകുന്നു. നമ്മുടെ വസ്ത്രങ്ങളും മുടിക്കെട്ടുകളും അഴിഞ്ഞു വീഴുന്നതൊന്നും നമ്മൾ അറിയുന്നതേയില്ല. അപ്പോൾ ഒരു ഗോപിക പറയാണ്, ചിലപ്പോൾ കണ്ണൻ പശുക്കളെ എണ്ണാൻ ഉപയോഗിക്കുന്ന മണിമാല ധരിച്ചും മറ്റു ചിലപ്പോൾ സുഗന്ധമുള്ള തുളസിമാല അണിഞ്ഞും പശുക്കളെ എണ്ണിക്കൊണ്ടും ചിലപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ തോളില് പിടിച്ച് പാടിയും ഒക്കെ നടക്കും. കാർവർണ്ണന്റെ ഗാനം കേട്ട് ആ മാൻപേടകൾ പോലും അപഹൃത ചിത്തകളായി ഗോപികമാരായ നമ്മളെ പോലെ തന്നെ വീടും ഉപേക്ഷിച്ച് കണ്ണന്റെ അടുത്ത് ചെന്ന് നിൽക്കുന്നു. വൃന്ദാവനത്തിലെ മുഴുവനും പീഡിച്ചതിന് ശേഷം ആ പശുക്കളെ മാട്ടിക്കൊണ്ടുവന്ന് യമുനാ നദിയിൽ ഇറങ്ങി കളിക്കുന്നു. ഇത്രയും ശ്രേഷ്ഠനായ ഒരു പുത്രനെ കിട്ടിയ ആ യശോദയുടെ പുണ്യം എത്രയോ ശ്രേഷ്ഠമാണ്. ഭവതി അവിടുത്തെ പുത്രനായിട്ടുള്ള ഈ കണ്ണൻ മുല്ലപ്പൂമാലയും അണിഞ്ഞ് ഗോപന്മാരാലും ഗോക്കളാലും ചുറ്റപ്പെട്ട് ഗോപികന്മാരായ ഞങ്ങൾക്ക് സന്തോഷത്തെ നൽകാനായിട്ട് കാട്ടിൽ നിന്നും വരുമ്പോൾ ആ ചന്ദനത്തിന്റെ പോലെ സുഗന്ധിതവും ശീതളവുമായ ഇളങ്കാറ്റ് കൃഷ്ണൻ സഞ്ചരിക്കുന്ന ദിക്കുകളിലൊക്കെ വീശുന്നു. ഗോകുലത്തിനും പശുക്കൾക്കും എല്ലാം പ്രിയങ്കരനായ ആ കണ്ണൻ ഗോവർദ്ധനധാരിയും ദേവകീ ജഠരത്തിൽ നിന്നും ഉത്ഭവിച്ചവനുമായ ആ ശ്യാമസുന്ദരൻ സന്ധ്യയ്ക്ക് അതാ പശുക്കളെ എല്ലാം ഒരുമിച്ച് കൂട്ടി ഗോപന്മാരാലെ സ്തുതിക്കപ്പെട്ടും ഓടക്കുഴല് ഊതിക്കൊണ്ടും അതാ എത്തിയിരിക്കുന്നു. ആ കൃഷ്ണൻ വഴിയിൽ ഓരോ അടി വയ്ക്കുമ്പോഴും ബ്രഹ്മാദി ദേവന്മാരാലെ വന്ദിക്കപ്പെട്ട പാദങ്ങളോട് കൂടിയവനും പശുക്കളുടെ കുളമ്പു തട്ടിയ ആ വൃന്ദാവനത്തിലെ പൊടിയേറ്റ മാലയോട് കൂടിയവനും ആയ ആ കൃഷ്ണൻ മുഖത്ത് അല്പം വിയർപ്പ് ഒക്കെ പൊടിഞ്ഞിട്ടുണ്ട്. അല്പം ക്ഷീണത്തോടെയൊക്കെ ആണെങ്കിലും നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദം പകർന്നുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ സഫലമാക്കാൻ വേണ്ടിയിട്ട് ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ വേഗത്തില് അവരുടെ അടുത്തേക്ക് ഓടി വരുന്ന ആ കൃഷ്ണനെ കണ്ടിട്ട് ചിലര് പറയാണ്, നോക്കൂ, നമ്മളോടുള്ള ആ അനുരാഗത്താല് കൃഷ്ണന്റെ കണ്ണുകള് അങ്ങും ഇങ്ങും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സന്തോഷം നൽകുന്ന ആ കൃഷ്ണനെ നിങ്ങള് ശ്രദ്ധിച്ചോ? മാറില് ആ വനമാല അങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കുന്നു. കാതില് ധരിച്ചിരിക്കുന്ന ആ സുവർണ കുണ്ടലങ്ങളുടെ കാന്തി മിനുസമുള്ള കവിൾത്തടത്തില് തട്ടി ആ മുഖം പഴുത്ത ലന്തക്കുരു പോലെ പാണ്ഡുരമായിരിക്കുന്നു. ഒരു ഗജേന്ദ്രനെ പോലെ ലീലകൾ ആടിക്കൊണ്ടുള്ള ആ വരവ് കണ്ടാൽ തന്നെ എന്തൊരു ആനന്ദമാണ്. കെട്ടിയിട്ട പശുക്കൾക്ക് തുല്യകളായ നമ്മുടെ പകല് സമയം മുഴുവനും കണ്ണനെ കാണാൻ സാധിക്കാത്തവരായ നമ്മുടെ ദുഃഖം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സൂര്യതാപത്തെ അകറ്റുന്ന ചന്ദ്രനെ എന്ന പോലെ അതീവ സന്തോഷത്തോടുകൂടി കൃഷ്ണൻ ഇതാ നമ്മുടെ സമീപത്തേക്ക് വരുന്നു. ഇങ്ങനെ കൃഷ്ണന്റെ ലീലകള് തന്നെ പാടിക്കൊണ്ടും മനസ്സില് കൃഷ്ണനെ തന്നെ ചിന്തിച്ചുകൊണ്ടും തങ്ങളെ തന്നെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആ ഗോപികമാര് പരമാനന്ദഭരിതകളായി പകൽ സമയം സുഖം അനുഭവിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.